ട്യൂണ് കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവില്ല അല്ലേ? കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. അയ്യോ, തെറ്റി. നമ്മളെ ഇന്നത്തെ വിഷയം എങ്ങനെ കോഴിനെ മുറിച്ചെടുക്കാം. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇനിയും ആ വോയിസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ നമ്മളുടെ പ്രധാന വിഷയം കോഴിക്കറി ഉണ്ടാക്കലല്ല, കോഴിനെ എങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് തീരെ അറിയാത്ത, ബേസിക് പോലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സ്കിന്നോട് കൂടി കിട്ടിയ ചിക്കനെ നമുക്ക് മുറിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഹോൾ ചിക്കൻ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലെ പോർഷൻ, ആ വാരിയലിൻ്റെ ഒക്കെ പോർഷൻ, ദെൻ നമ്മളെ 2 കാലുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ 2 കാലുകൾ നമുക്ക് അൽഫാം ഉണ്ടാക്കാൻ അതുപോലെ മന്തിക്കൊക്കെ പറ്റിയൊരു പീസാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നോട് കൂടി യൂസ് ചെയ്യാം. അപ്പോൾ നോർമലി ആൾക്കാർ സ്കിന്ന് യൂസ് ചെയ്യും, പക്ഷേ സ്കിന്ന് നല്ലതല്ല കഴിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്ന് ചില ആളുകൾക്ക് അത് വയറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കിന്ന് യൂസ് ചെയ്യുന്നില്ല, ഒഴിവാക്കി. അതുപോലെ തന്നെ അതിൻ്റെ ഈ എക്സസ് ആയിട്ടുള്ളൊരു ഫാറ്റ് ഉണ്ടല്ലോ, വൈറ്റ് കളർ, അത് നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. അത് വേണമെങ്കിൽ നമ്മൾ ഓയിലും ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാം കേട്ടോ. ആ ഒരു ഫാറ്റ് അതിനുള്ള ആ ഒരു അത് വേവാനുള്ള ആ ഒരു ഫാറ്റ് അതിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ചിക്കൻ്റെ ഈ ഒരു പോർഷനാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റ് പീസ്. അതിൻ്റെ ഈ 2 സൈഡിലുള്ള ഈ കാല്, കൈയൊക്കെ പോലത്തെ സംഭവം നമ്മൾ മുറിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മറ്റേ എൻഡിലുള്ള പോർഷൻ നമ്മൾ കുറച്ചുകൊണ്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഈ 2 ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബ്രസ്റ്റ് പീസിനെ 2ആയി നടു കട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ചിക്കനും ഫിഷും ബീഫൊക്കെ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ നല്ല കത്രിക, കത്തി ഒക്കെ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എൻ്റെ കത്രിക അവിടെ മാറ്റണം ഇനി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പീസിനെ ഇങ്ങനെ 4-5 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തിക്ക് പറ്റിയ കറക്റ്റ് പീസാണ്, അൽഫാമിനും പറ്റിയ പീസാണ്. ഇപ്പോൾ ഞാൻ ഇതിനെങ്ങനെ ഷോർട്ടാക്കി കട്ട് ചെയ്യാമെന്നുള്ള വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഒന്നും കൂടി പറയുന്നു, ഇതിപ്പോൾ ഇവൾ ഇങ്ങനെ കട്ട് ചെയ്ത് എനിക്കറിയാലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകത എടുത്ത് പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഈ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ വിരലൊക്കെ പോലത്തെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള ആ വാരിയിൽ പോലത്തെ പോർഷൻ ഇതേപോലെ ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ ഈസിയാണ്. നെക്സ്റ്റ് ആ ഒരു ലെഗ് പോർഷന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. വേണമെങ്കിൽ 4ആയി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 2ആയി കട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ കടന്ന ഈ ഒരു ചിക്കൻ്റെ പീസുകൾ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ആക്കാം. കണ്ടില്ലേ, ഇതേപോലെ വലിയ പീസുകളായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണിക്കുള്ള കട്ടിങ്ങായി. ഇനി നമ്മൾ കറികളാക്കുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ പറയും. നമ്മൾ ബിരിയാണിക്കൊക്കെ നോർമലി കുറച്ച് വലുപ്പമുള്ള പീസുകളായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ കറികളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചെറുതാക്കും. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ നമ്മൾ 1 കിലോ ചിക്കൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് സ്കിന്നുള്ള പോർഷനൊക്കെ മാറ്റി വെക്കുക. അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ കുറച്ച് എല്ലിൻ്റെ പോർഷൻസ് ഉള്ളത് നമ്മൾ കറി വെക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഉരുളൻകിഴങ്ങൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കറിയൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ബിരിയാണി കട്ടിങ്ങിനുള്ള പീസാണ് ഇപ്പോൾ ഇവിടെ ഇതുവരെ ആയിട്ടുള്ളൂ. ഇനി ഇതിനെ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് നമ്മൾ കറിക്കുള്ള പീസസ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു ചിക്കൻ ക്ലീൻ ആക്കിയതിന് സ്കിന്നും അതിൻ്റെ ഫാറ്റൊക്കെ അടക്കം ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ചിക്കൻ ഇത്രയും പോർഷനായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ.